നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഒല്ലൂർ മണ്ഡലം ഓണാഘോഷം ജനകീയ ഉത്സവമാകുമെന്ന് കെ രാജൻ MLA. മാടക്കത്ര കട്ടിലപ്പൂവം 5-ാം വാർഡിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ CPM DYFIയുടെ നേതൃത്വത്തിൽ ആദരിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറായി BJPയിലെ R. സുഗതൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. പനങ്ങാട്ടുകര ഗ്രാമീണ വായനശാല ബാലവേദി കൂട്ടുകാർ അങ്കണവാടിയിൽ കൊച്ചു കൂട്ടുകാരെ കാണാനെത്തി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മണ്ണുത്തി മേഖല ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ സെമിനാർ വെള്ളാനിക്കര കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സ്കൂളിൽ ജില്ലാ പ്രസിഡന്റ് സജീവ് വസുദനി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഒല്ലൂർ മണ്ഡലം ഓണാഘോഷം ജനകീയ ഉത്സവമാകുമെന്ന് MLA കെ രാജൻ. ഒല്ലൂർ മണ്ഡലം ഓണാഘോഷ പരിപാടിയുടെ സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ഡലത്തിലെ മുഴുവൻ വാർഡുകളെ ഉൾപ്പെടുത്തി പൂക്കള മത്സരം, വീരനാട്യം മത്സരം ഉൾപ്പെടെ വലിയ രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ വിവിധ പരിപാടികൾ ഉൾപ്പെടെ വലിയ ഉത്സവമാക്കി മാറ്റുകയാണ് ഉദ്ദേശം. ക്യാഷ് അവാർഡ് ഉൾപ്പെടെ സമ്മാനങ്ങൾ ഉണ്ടാകും. യോഗ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സണ്ണി ചെന്നിക്കര, ജോബി ജോസ്, ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കുടുംബശ്രീ CDS അംഗങ്ങൾ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. പ്രോത്സാഹന സമ്മാനം ഒരു 1 ലക്ഷം രൂപ വരാവുന്ന സമ്മാനങ്ങൾ വിതരണം ചെയ്യാവുന്ന മത്സരം കാശോടെ വരുന്നത്. കുടുംബശ്രീ വളരെ സജീവമാണ്. കുടുംബശ്രീയുടെ മുഴുവൻ ഈ 86 ലേഡീസ് ചെയർപേഴ്സൺമാരെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തന്നെ നേതൃത്വത്തിൽ പ്രത്യേകമായി CDS ചെയർപേഴ്സൺമാർ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാത് വാർഡുകളിലും നടക്കുമെന്ന് ഉറപ്പുവരുത്തുക. മാടക്കത്ര കട്ടിലപ്പൂവം 5-ാം വാർഡിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ CPM DYFIയുടെ നേതൃത്വത്തിൽ ആദരിച്ച ചടങ്ങ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ഉദ്ഘാടനം ചെയ്തു. പീഡിയാട്രിക് നഴ്സിംഗിൽ ഡോക്ടറേറ്റ് നേടിയ ചാൻലിൻ വിപിൻ ചക്കാലക്കലിനെ ആദരിച്ചു. കട്ടിലപ്പൂവം പാൽ സൊസൈറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് മെമ്പർ ജെയ്മി ജോർജ് അധ്യക്ഷത വഹിച്ചു. ബിജിൻ പടവെട്ടി സംസാരിച്ചു. ചാൻലിന് ചാക്കോ മറുപടി പ്രസംഗവും നടത്തി. ബിജു ചെറിയിൽ സ്വാഗതവും ബിനോയ് നന്ദിയും അറിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറായി BJPയിലെ R. സുഗതൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. വിയൂർ സെൻട്രൽ ജയിലിലെ സെൻട്രൽ ഹാളിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈശ്വരനാമത്തിലാണ് സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തത്. വിയൂർ ജയിലിലെ ലൈബ്രറി ഹാളിൽ 3 ചെയറുകളാണ് സജ്ജീകരിച്ചിരുന്നത്. മേയർ VV രാജേഷ്, കോർപ്പറേഷൻ സെക്രട്ടറി, ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള രാജേഷ് കുമാർ എന്നിവരുണ്ടായിരുന്നു. തിരുവനന്തപുരം വാഴൂട്ടക്കോണം കൌൺസിലറാണ് സുഗതൻ. കാപ്പ കേസിൽ തടവിലായി വിയൂർ സെൻട്രൽ ജയിലിലാണ്. ഈ മാസം സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ അയോഗ്യനാക്കപ്പെടുമായിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുമതി തേടി സുഗതൻ കോടതിയെ സമീപിച്ചു. വധശ്രമ കേസിലും പോലീസിനെ ആക്രമിച്ച കേസിലും നെടുമങ്ങാട് കോടതി സുഗതന് 1 ദിവസത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. കാപ്പ കേസ് ഉള്ളതിനാൽ ജയിൽ മോചിതനാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജയിലിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സുഗതൻ ഉൾപ്പെടെ BJP ഭരണമുന്നണിക്ക് 101 അംഗങ്ങളുണ്ട്. സുഗതന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ ഹൈക്കോടതി അനുമതി നൽകിയത് BJPക്ക് ആശ്വാസമാണ്. ഹിന്ദു ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനാൽ സുഗതൻ അടക്കമുള്ളവരുടെ കൌൺസിലർ സ്ഥാനം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. വാത്സല്യമോ ഉദ്ദേശമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുന്നു. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പനങ്ങാട്ടുകര ഗ്രാമീണ വായനശാല ബാലവേദി കൂട്ടുകാർ അങ്കണവാടിയിൽ കൊച്ചു കൂട്ടുകാരെ കാണാനെത്തി.
വായനശാല ബാലവേദി അങ്കണവാടി കുട്ടികളുടെ കൂട്ടായ്മയുടെ ഭാഗമായി പനങ്ങാട്ടുകര ഗ്രാമീണ വായനശാലയിലെ ബാലവേദി കൂട്ടുകാർ മംഗലം അമ്മാട്ടിക്കുളം 119 നമ്പർ അങ്കണവാടി സന്ദർശിച്ചു. അങ്കണവാടി അധ്യാപികയും വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സ്വപ്ന ശശി അതിഥികളെ സ്വീകരിച്ച് സ്വാഗതം പറഞ്ഞു. വായനശാല എക്സിക്യൂട്ടീവ് അംഗം സോണി തോമസ് അധ്യക്ഷനായിരുന്നു. വായനശാല ജോയിന്റ് സെക്രട്ടറിയും ബാലവേദി കൺവീനറുമായ MP പ്രസാദ് മാസ്റ്റർ കുട്ടികൾക്ക് മധുരം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ലൈബ്രറിയൻ സുജാത സുരേഷ് കുട്ടികൾക്ക് ക്രയോൺസ് പാക്കറ്റുകൾ നൽകി. ബാലവേദി സെക്രട്ടറി കുമാരി അമീന ഹൈദർ ആശംസകൾ അറിയിച്ചു. അങ്കണവാടി ഹെൽപ്പേഴ്സ് ദീപ സിയു വായനശാല പ്രവർത്തകർക്കും ബാലവേദി കൂട്ടുകാർക്കും നന്ദി അറിയിച്ചു. ബാലവേദി കൂട്ടുകാർ അങ്കണവാടി കുട്ടികൾക്ക് കഥകൾ പറഞ്ഞുകൊടുത്തും പാട്ടുപാടിയും അവരോടൊപ്പം നൃത്തം ചെയ്തും പുതിയൊരു അനുഭവത്തിലേക്ക് എത്തിച്ചു. വിവിധ അങ്കണവാടികൾ സന്ദർശിച്ച് പുതിയ സൗഹൃദ കൂട്ടായ്മ തുടർന്നും നടത്തുമെന്ന് വായനശാല പ്രവർത്തകർ അറിയിച്ചു. മറ്റു വായനശാലകൾ ഇതൊരു മാതൃകയായി എടുത്താൽ കുഞ്ഞുമക്കളെയും രക്ഷിതാക്കളെയും വായനാ ലോകവുമായി അടുപ്പിക്കാൻ കഴിയുമെന്ന് ബാലവേദി കൺവീനർ MP പ്രസാദ് മാസ്റ്റർ അറിയിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മണ്ണുത്തി മേഖല ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ സെമിനാർ വെള്ളാനിക്കര കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സ്കൂളിൽ ജില്ലാ പ്രസിഡന്റ് സജീവ് വസതിനെ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ എക്സൈസ് റേഞ്ച് ഓഫീസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AP പ്രവീൺ കുമാർ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. AKPA ജില്ലാ ട്രഷറർ സുനിൽ ബ്ലാക്ക്സ്റ്റോൺ, സ്കൂൾ വിമുക്തി കോർഡിനേറ്റർ അനിൽ റോയ്, PTA പ്രസിഡന്റ് സലീം കലാഭവൻ, വാർഡ് മെമ്പർ ഗീതു രതീഷ്, ജില്ലാ കമ്മിറ്റി അംഗം അജീഷ് ചിറക്കക്കോട് എന്നിവർ ആശംസകൾ അറിയിച്ചു. ട്രഷറർ ചാർലി ജോസ് നന്ദി അറിയിച്ചു. നല്ല കൂട്ടുകെട്ടുകൾ സമ്പാദിക്കുക, നല്ല ശീലങ്ങൾ പഠിക്കുക, ലഹരിയോട് നോ പറയുക, ജീവിതത്തോടെ ഒരു വ്യക്തി മാത്രമല്ല ലഹരി ഉപയോഗിച്ച് നശിക്കുന്നത് മാത്രമല്ല കുടുംബവും സമൂഹവും മൊത്തം ഒരു നശിഞ്ഞു പോകുന്ന ഒരു ഉപയോഗമാണ് ഈ ലഹരി എന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞു കുട്ടികളാണ്, നിങ്ങൾക്ക് എന്തിനാണെന്ന് വിചാരിക്കുന്നത്. പണ്ടുകാലങ്ങളിലൊക്കെ നമ്മൾ വിചാരിക്കുന്നത് മുതിർന്ന ആളുകൾ മാത്രമാണ് ലഹരിക്ക് അടിക്കാനാണ്. പക്ഷേ ഇന്നത്തെ പത്രവാർത്തകളൊക്കെ നമുക്ക് നോക്കിയാൽ കുട്ടികളിലൂടെയാണ് ഈ ഒരു ബിസിനസ് മേഖല പോലെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഒരു ലഹരിവിരുദ്ധ ക്ലാസ് വളരെ സന്തോഷപൂർവ്വം അത് ഉണ്ടായി. ഒരു ഫോട്ടോ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റുഡിയോ ഫോട്ടോ ഒക്കെ നമ്മുടെ പണ്ട് കാലത്തെ നമ്മുടെ കുഞ്ഞു നല്ല ഫോട്ടോ എല്ലാം നമ്മൾ എടുത്തിരിക്കും. ഒരു ഓർമ്മയാണ്. അതുകൊണ്ട് തന്നെ ആ ചിത്രകാരന്മാരോടും ഫോട്ടോഗ്രാഫേഴ്സിനോടും ഒക്കെ നമുക്ക് മനസ്സിലൊരു ആരാധനയുള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കുള്ള ക്ലാസ്സുകൾ പാലിക്കര മേൽപ്പാലത്തിനു താഴെ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. തലവണിക്കര സ്വദേശി പണ്ടാരപ്പറമ്പിൽ 70 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. മരണകാരണം വ്യക്തമല്ലെങ്കിലും കൊലപാതക സാധ്യത ഉൾപ്പെടെ എല്ലാ വശങ്ങളും പോലീസ് പരിശോധിച്ചു വരുന്നു. രാവിലെയാണ് പാലിയേക്കര മേൽപ്പാലത്തിനു താഴെ വയോധികനെ മരിച്ച നിലയിൽ കണ്ടത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ പുതുക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന.
അന്താരാഷ്ട്ര സ്രാവ് ദിനത്തോടനുബന്ധിച്ച് തൃശൂർ തോപ്പ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിമിംഗല സ്രാവിന്റെ ഭീമൻ മാതൃകാ പ്രദർശനവും കുരുത്തോല കൊണ്ട് വിവിധ വസ്തുക്കൾ നിർമ്മിക്കുന്ന വർക്ക്ഷോപ്പും നടന്നു. കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ ബൈജു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ലൂർദ് മെട്രോപൊളിറ്റൻ ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ അധ്യക്ഷനായി. മുഖ്യാതിഥിയായി വടക്കാഞ്ചേരി റേഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രഞ്ജിത് സിയാർ വംശനാശം നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി. പ്രധാന അധ്യാപകൻ ജോബൽ വി ജോസഫ് സ്വാഗതവും കൺവീനർ ലിൻഡോ എൻ വി നന്ദിയും അറിയിച്ചു. കുട്ടികൾക്കായി ഒരുക്കിയ കുരുത്തോല വർക്ക്ഷോപ്പ് പ്രശസ്ത കുരുത്തോല കലാകാരൻ സുബ്രഹ്മണ്യൻ പി എ നേതൃത്വം നൽകി. കുരുത്തോല കൊണ്ടുള്ള നിലവിളക്ക്, ബൊക്കെ, കളിപ്പാട്ടങ്ങൾ, അലങ്കാരങ്ങൾ തുടങ്ങിയവ കൗതുക കാഴ്ചയായി. വിവിധ സ്കൂളുകളിൽ നിന്നായി 500ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. 6ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 10ാം അധ്യായമായ ത്രൂ ദ ഓഷ്യൻസ് എന്ന പാഠത്തിന്റെ പഠന പ്രവർത്തനമായാണ് പരിപാടികൾ നടത്തിയത്. വെയിൽ ഷാർക്ക് പ്രോജക്ട് ഫീൽഡ് ഓഫീസർ ജിതിൻ ജോസ്, പ്രിൻസിപ്പാൾ പി ജെ ജോഫി, ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ട്രസ്റ്റി റോഷൻ ഡേവിസ്, പ്രധാന അധ്യാപകരായ വി ഡി ജോഷി, കെ എ ബെന്നി, പി ടി എ പ്രസിഡന്റ് ലിജോ ജോസ്, മദർ പി ടി എ പ്രസിഡന്റ് നിഷ മനോജ് എന്നിവർ സംസാരിച്ചു. SPC, സാമൂഹ്യശാസ്ത്രം ക്ലബ്ബ്, NCC തുടങ്ങിയവർ നേതൃത്വം നൽകി. വേറിട്ട മേഖലകളിലെ മികവാർന്ന പ്രവർത്തനങ്ങളെ മാനിച്ച് അഡ്വക്കേറ്റ് AD ബെന്നിക്ക് സർഗശ്രേഷ്ഠ പുരസ്കാരം സമർപ്പിച്ചു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കേരളയും RTI കൌൺസിലും സംയുക്തമായി അങ്കമാലി വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച ഉപഭോക്തൃ സംഗമത്തിൽ വെച്ചാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ അഡ്വക്കേറ്റ് AD ബെന്നിക്ക് പുരസ്കാരം നൽകി ആദരിച്ചത്. ഉപഭോക്തൃ കേസുകൾ നടത്തി റെക്കോർഡിട്ടിട്ടുള്ള ബെന്നി വക്കീൽ ഉപഭോക്തൃ വിദ്യാഭ്യാസ രംഗത്ത് സജീവമായി ഇടപെട്ടുവരുന്നു. സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ രംഗത്തും ബെന്നി വക്കീൽ സജീവമാണ്. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപക സെക്രട്ടറിയും ഇപ്പോഴത്തെ ഡയറക്ടറുമാണ്. 1000-ലധികം ലേഖനങ്ങളും വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കി 1000-ലധികം വീഡിയോകളും ബെന്നി വക്കീലിന്റേതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വൃക്ക രോഗികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വരവെ വൃക്കരോഗം ബാധിച്ച് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന ബെന്നി വക്കീലിന്റെ ജീവചരിത്ര ഗ്രന്ഥം പത്മവ്യൂഹം ഭേദിച്ച് പ്രചോദനാത്മകമാണ്. അങ്കമാലി മുനിസിപ്പൽ ചെയർപേഴ്സൺ റീത്ത പോൾ അധ്യക്ഷത വഹിച്ചു. ബെന്നി ബഹന്നാൻ MP മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ പോൾ ചാലിശ്ശേരി, സിസ്റ്റർ മർലിൻ ജോർജ്, സുഭാഷ് മാധവൻ, KK വിജയകുമാർ, ജസീർ AM, പ്രിൻസ് തെക്കൻ, ജോസഫ് വർഗീസ് വെളിയത്ത് എന്നിവർ പ്രസംഗിച്ചു. പൊന്നൂക്കര ഈഗിൾ പാർക്ക് സാന്ത്വനവേദിയുടെ നേതൃത്വത്തിൽ 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കായി ഏകദിന കൂട്ടായ്മ സംഘടിപ്പിച്ചു. പൊന്നൂക്കരയിൽ സംഘടിപ്പിച്ച പരിപാടി ഫാദർ തോമസ് ഇടയനാൽ ഉദ്ഘാടനം ചെയ്തു. ഈഗിൾ പാർക്ക് പ്രസിഡന്റ് ജോസ് തെക്കേൽ അധ്യക്ഷത വഹിച്ചു. കമ്മിറ്റി അംഗം തോമസ് ഐക്രോട്ട് പറമ്പിൽ, പുത്തൂർ ശ്രീബുദ്ധ കോളേജ് അധ്യാപകൻ ER ജോസ്, മുൻ തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ തൊഴുക്കാട്ട്, സന്തോഷ് കുമാർ, കമ്മിറ്റി അംഗങ്ങളായ മാത്യു കാവുങ്കൽ, ഗോപിദാസ് മങ്കരയിൽ എന്നിവർ ആശംസകൾ അറിയിച്ചു. സമൂഹത്തിൽ വയോജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, കുടുംബത്തിൽ നിന്നോ മക്കളിൽ നിന്നോ കിട്ടാത്ത പരിഗണന തുടങ്ങിയ കാര്യങ്ങൾക്കാണ് പരിഹാരം കണ്ടെത്താൻ പരിപാടി സംഘടിപ്പിച്ചത്. സമ്മർദ്ദം എന്ന് പറയുന്ന പ്രഷർ രോഗം കൂടിയായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ പ്രഷറിനും പ്രഷറിനും ആളുകൾ പറയുന്നത്. ഇപ്പോഴത്തേക്ക് സമ്മർദ്ദത്തിൻ്റെ കൂടെ നമ്മളൊക്കെ ജീവിക്കുക. സമ്മർദ്ദം നമുക്ക് പോസിറ്റീവായിട്ട് ഭാവാത്മകമായിട്ട് നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുണ്ടാകും. അല്ലെങ്കിലോ നമ്മൾ അതോടുകൂടി ഡൗണായിട്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് പോസിറ്റീവായിട്ടുള്ള ഉത്തേജനങ്ങൾ നൽകുന്ന, പ്രേരണകൾ നൽകുന്ന പ്ലാറ്റ്ഫോംസൊക്കെയാണ്. അതിനാണ് ഈഗിൾ പാർക്ക് പോലുള്ള ഒരു പ്രത്യേക ഈ സംഘടന എന്ന് എന്താ പറയുക, ഞാനത് പറഞ്ഞു കൂട്ടായ്മ, നമുക്ക് അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വേദിയിലേക്ക് നമ്മൾ വരുമ്പോൾ പലതരത്തിലുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പല കാര്യങ്ങളിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റും. പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മുടേതായ ജീവിതത്തിൽ ഒരുപാട് സാന്ത്വനങ്ങൾ. ഞാൻ ആ വാക്കിനെപ്പറ്റി ഇങ്ങനെ ഇന്ന് ഇന്നലെ പറഞ്ഞു, സാന്ത്വനം, പിന്നെ കരുതൽ എന്ന് വേറൊരു വാക്ക്. നമുക്ക് ഈ വാക്കുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ. കരുതൽ എന്ന് പറയുന്നത് ആർക്കാണ് ആവശ്യം? ഏതെങ്കിലും അവശതയോ വിഷമമോ ഉള്ള ആളിനാണ് കരുതൽ ആവശ്യമുള്ളത്. ഇപ്പോൾ എനിക്കൊരു ചെറിയ വിഷമം, എനിക്ക് കണ്ണടയുടെ പ്രശ്നമുള്ളത്. എനിക്ക് നട ഇറങ്ങുമ്പോൾ പിന്നെ കുഴിയുടെ കാല് വെക്കുന്നത് പോലെ തോന്നും. അതുകൊണ്ട് എനിക്ക് നട ഇറങ്ങാൻ ഒരു ചെറിയ വിഷമമാണ്. ഇനിയിപ്പോൾ എൻ്റെ ക്ലാസ്സൊക്കെ മാറേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ കരുതൽ എന്ന് പറയുന്നത് സുരക്ഷിതത്വമില്ലാത്ത ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് ആണ്. സുരക്ഷിതത്വം കുറവുണ്ട്, അല്ലെ ആൾ നടക്കും വീണ് പോകുന്നു, അല്ലെ വെച്ച് പോകുന്നു. അതുകൊണ്ട് നമുക്കൊരു സുരക്ഷിതത്വം കൊടുക്കുന്നതാണ് ഈ പ്രസ്ഥാനം എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ സാന്ത്വനം എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ അർത്ഥം ആശ്വാസം. അതെ, സാന്ത്വനം. നമുക്കൊരു കൺസലേഷൻ കിട്ടുന്നു, സാന്ത്വനം കിട്ടുന്നു എന്ന് പറഞ്ഞ് നമുക്ക് എന്തൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ ഈ വേദിയിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് രണ്ടും ആവശ്യം. ഒരു 60 വയസ്സ് കഴിഞ്ഞ് നമുക്കൊരല്പം കരുതൽ ആവശ്യമുണ്ട്. നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ നമ്മളോട് പറയും, ഇതേ ആ വഴി പോകും, തെറ്റ് വീഴും കേട്ടോ, അതുകൊണ്ടൊരു കാര്യം ചെയ്തോ, അങ്ങ് ഇറങ്ങുന്നോടും വലിയ വഴി പിടിച്ചാൽ നമുക്ക് ഇഷ്ടമില്ല. അപ്പോൾ അങ്ങ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പറയുന്നത് ഈ വടി കൂടെ കൈ കഴിഞ്ഞു എന്നുവെച്ചാൽ അവിടെ വെച്ചിട്ട് പോയാൽ മതി, ബസ് കയറി പോകാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അവിടെ ബസ്സിൽ ആൾക്കാരെ പോകാൻ ഈ വഴി വെച്ചു. അങ്ങനെ ഒരാളെ എനിക്കറിയാം. ഇന്ന് രാവിലെ പള്ളിയിൽ പോകുന്ന പറ്റായ ഒരു മണി. ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. റെസിഡൻസ് അസോസിയേഷനുകൾക്ക് വികസന പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കാനാകുമെന്ന് രാജൻ ജെ പല്ലൻ MLA. നാടിന്റെ പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പദ്ധതികൾക്കും നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും സമർപ്പിക്കേണ്ടത് ജനപ്രതിനിധികൾ മാത്രമല്ലെന്നും റെസിഡൻസ് അസോസിയേഷനുകൾ ഉൾപ്പെടുന്ന ഗ്രാമസഭകളാണെന്നും തൃശൂർ നിയോജക മണ്ഡലം MLA രാജൻ ജെ പല്ലൻ പറഞ്ഞു. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ഇത്തരം കൂട്ടായ്മകൾക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ കൂട്ടായ്മയായ കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ തൃശൂർ ജില്ലാ വാർഷിക ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അസോസിയേഷന്റെ സുവനീർ പ്രകാശനവും MLA നിർവഹിച്ചു. CORWA പ്രസിഡന്റ് ധീരജ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സൈനുദ്ദീൻ സ്വാഗതവും കോർവ സംസ്ഥാന പ്രസിഡന്റ് പുതുക്കുടി മുരളീധരൻ മുഖ്യപ്രഭാഷണവും നടത്തി. വാർഷിക പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി സനൽകുമാറും കണക്കുകൾ ട്രഷറർ ഹരിദാസും അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജെയിംസ് മാഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കൃഷ്ണകുമാർ, ശേഖർ AC, കോർവ വനിതാ സബ് കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് ഹേമാംബിക, സെക്രട്ടറി കവിത ജെയിംസ്, പ്രിൻസി സാബു, ഫൗസിയ അസാദ് എന്നിവരും സംസാരിച്ചു. അനിൽ PD നന്ദി അറിയിച്ചു. വിവിധ റെസിഡൻസ് അസോസിയേഷനുകളിലെ കുടുംബാംഗങ്ങളും കുട്ടികളും വൈവിധ്യമാർന്ന കലാപരിപാടികൾ നടത്തി. തിരുച്ചിറപ്പള്ളി സെന്റ് ജോസഫ് കോളേജിൽ ന്യൂഡൽഹിയിലെ ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സിന്റെ സഹകരണത്തോടെ അമല അസോസിയേറ്റഡ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റണി മണ്ണുമ്മൽ CMI മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യയുടെ പ്രധാന വിദേശ നയ മുൻഗണനകൾ, അയൽ രാജ്യങ്ങൾ, വിപുലമായ അയൽ പ്രദേശം, ആഗോള മാറ്റങ്ങൾ എന്ന വിഷയത്തിൽ ദ്വിദിന ദേശീയ സെമിനാറിൽ ഇന്ത്യ വേൾഡ് ഇക്കോണമിയിൽ ഒരു ഹീലിംഗ് പവറായി മാറണമെന്നും വികസ്വര രാജ്യങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നും അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ മുൻ ഐക്യരാഷ്ട്രസഭ സ്ഥിരം പ്രതിനിധിയും വിരമിച്ച IFS ഉദ്യോഗസ്ഥനും IIT മദ്രാസിലെ വിശിഷ്ട പ്രൊഫസറുമായ TS തിരുമൂർത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂഡൽഹിയിലെ ICWA റിസർച്ച് ഓഫീസർ ഡോക്ടർ ടെസു സിംഗ്, സെന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്ടർ റവറൻ ഫാദർ പോൾ രാജ് മൈക്കിൾ, പ്രിൻസിപ്പൽ റവറൻ ഫാദർ K അരോക്കിയം, സെക്രട്ടറി ഫാദർ അരോക്കിയ സ്വാമി എന്നിവർ സംസാരിച്ചു. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അധ്യാപകർ, ഗവേഷണ വിദ്യാർത്ഥികൾ എന്നിവരടക്കം 300-ലധികം പേർ പങ്കെടുത്ത് ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. മാടക്കത്തറ പഞ്ചായത്ത് BJP 7ാം വാർഡ് മെമ്പർ ജിത്തിന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ മുഴുവൻ പേർക്കും മഴക്കാലത്തോടനുബന്ധിച്ച് ഗംബൂട്ട് വിതരണം ചെയ്തു. തൊഴിലുറപ്പ് മേറ്റ് സുഭാഷിണി, ബേബി എന്നിവർ ഗംബൂട്ടുകൾ ഏറ്റുവാങ്ങി. BJP ജില്ലാ സെൽ കോർഡിനേറ്റർ പ്രണേഷ്, യുവമോർച്ച ജില്ലാ സെക്രട്ടറി വിഷ്ണു, BJP PG മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത്, ബൂത്ത് ഇൻചാർജ് അശ്വിൻ എന്നിവരും പങ്കെടുത്തു.
മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിനു കീഴിലെ വീരൂരിപ്പാടം സെന്റ് തോമസ് യൂണിറ്റിന്റെ വാർഷികം ആഘോഷിച്ചു. വികാരി ഫാദർ ജോജോ എടത്തിരുത്തി ഉദ്ഘാടനം ചെയ്തു. ലിൻഡോ നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. മദർ സിസ്റ്റർ സെലസ്റ്റി, സിസ്റ്റർ ജിസ്മറിയ, ജോജു എലുവത്തിങ്കൽ, ജോൺ കല്ലിയൽ, ബിജു തോമസ്, സജി ബിജു, ലാറ്റു ബിജു, ബിജു ഇമ്മട്ടി, ലിജു വില്യം, ആൽജോ കാലായിൽ എന്നിവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. 2 യൂണിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഒരു യൂണിറ്റ് ഒരു 4 വീടുള്ളതും വേറൊരു യൂണിറ്റ് ഒരു 9 വീടുള്ളതും പിന്നീട് വരുന്ന യൂണിറ്റാണ് ഇത് 11 വീടുള്ള ഒരു യൂണിറ്റ്. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടിൽ വായിച്ചു കേട്ടു, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അധ്യക്ഷ പ്രസംഗത്തിൽ കേട്ടു, 11 വീടുകൾ എന്ന് പറഞ്ഞാൽ 2 ദിക്കിലായിട്ടാണ് കിടക്കുന്നത്. 4 വീട് ഒരു സ്ഥലത്തും 7 വീട് വേറൊരു സ്ഥലത്തും. ഇപ്പോൾ നമ്മൾ വാർഷിക റിപ്പോർട്ട് വായിച്ചപ്പോൾ അതിൽ ഓരോ കുടുംബത്തിൻ്റെയും അറ്റൻഡൻസ് വായിക്കുകയുണ്ടായി. അപ്പൊ അതില് നമുക്കാകെ 11 കുടുംബ കൂട്ടായ്മകളാണ് ഒരു വർഷത്തിൽ സാധാരണ ഉണ്ടാവുക. ഏതെങ്കിലും ഒരു മാസത്തിൽ നമുക്ക് കുടുംബ കൂട്ടായ്മകൾ ചിലപ്പോൾ പെരുന്നാളിന്റെ മാസത്തിലാകാം, അല്ലെങ്കിൽ ഈസ്റ്റർ വരുന്ന മാസത്തിലൊക്കെ ആവാം. ഒരു മാസത്തിൽ കുടുംബ കൂട്ടായ്മകൾ ഉണ്ടായിരിക്കില്ല. എന്നാലും 11 കുടുംബ കൂട്ടായ്മകൾ വരുമ്പോഴും പല കുടുംബങ്ങളും അതിൽ 10 കുടുംബ കൂട്ടായ്മകളിൽ വന്ന പല കുടുംബങ്ങളെയും കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ 9 കുടുംബ കൂട്ടായ്മകൾക്ക് വന്ന കുറച്ച് കുടുംബങ്ങളെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ വളരെ വിപരീതമായ ഒരു അന്തരീക്ഷമാണ്, അല്ലെങ്കിൽ ഒരു പരിമിതികളുള്ള ഒരു കുടുംബ കൂട്ടായ്മയാണെങ്കിലും നമ്മുടെ ഉള്ള കുടുംബ കൂട്ടായ്മ മീറ്റിങ്ങുകളിൽ നിങ്ങൾ പങ്കുചേരാനായിട്ട് കാണിക്കുന്ന ആ ഒരു തീക്ഷ്ണതയും താല്പര്യവും ഈ അവസരത്തിൽ ഏറെ ബിന്നി ഇമ്മട്ടി അനുസ്മരണവും അവാർഡ് സമർപ്പണവും ജൂലൈ 17 സാഹിത്യ അക്കാദമി ഹാളിൽ നടത്തുമെന്ന് ബിന്നി ഇമ്മട്ടി ഫൗണ്ടേഷൻ ഭാരവാഹികൾ അറിയിച്ചു. കെ രാധാകൃഷ്ണൻ MP 4 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് ജോയ് പ്ലാശ്ശേരി അധ്യക്ഷത വഹിക്കും. KV അബ്ദുൽ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തും. നിരവധി രാഷ്ട്രീയ മത സാമൂഹ്യ നേതാക്കൾ പങ്കെടുക്കും. ഭാരവാഹികളായ ജോയ് പ്ലാശ്ശേരി, സേവ്യർ ചെറിയത്ത്, ഷിബു മഞ്ഞളി, PC അഖിൽ, PD അനിൽ എന്നിവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെയും ഓപ്പറേഷൻ തൂഫാന്റെയും ഭാഗമായി സിറ്റി പോലീസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന പോസ്റ്റർ മേക്കിംഗ് മത്സരം സംഘടിപ്പിച്ചു. 62 സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തൃശൂർ സേക്രഡ് ഹാർട്ട് 10ാം ക്ലാസ് വിദ്യാർത്ഥി വൈഗ വി പ്രദീപ് 1ാം സ്ഥാനം നേടി. കുത്താമ്പുള്ളി പഴശ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥി അഭിജിത്ത് കാളിദാസ് S 2ാം സ്ഥാനം നേടി. പുറ്റേക്കര സെന്റ് ജോൺസ് ഹൈസ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥി അനൂക PS 3ാം സ്ഥാനം നേടി. വിജയികൾക്കുള്ള സമ്മാനദാനം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖ് IPS നിർവഹിച്ചു. ശാസ്ത്രീയ ചെസ് പരിശീലന ക്ലാസുകൾ തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ കീഴിൽ ചെസ് അക്കാദമിയിൽ ആരംഭിച്ചു. VKN മെനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വാരാന്ത്യങ്ങളിൽ ചെസ് ഒളിമ്പ്യൻ പ്രൊഫസർ NR അനിൽകുമാർ, അന്തർദേശീയ താരങ്ങളായ ജോ പറപ്പിള്ളി, PA അലി, KS പ്രീത, സർട്ടിഫൈഡ് ട്രെയിനർമാരായ ഓഷിൻ അനിൽകുമാർ, മനിൽ VS എന്നിവരാണ് അഡ്വാൻസ്ഡ് ഇന്റർമീഡിയറ്റ് ബിഗിനർ വിഭാഗങ്ങളിൽ പരിശീലനം നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9744727522 എന്നീ നമ്പറിൽ വിളിക്കാം. മറ്റൊരിടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി.
fully computerized, ISO certified laboratory, hematology, biochemistry, electrolytes, hormones, serology, clinical pathology, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി, an ISO certified laboratory. വാർത്തകൾ തുടരുന്നു. MVI PV ബിജുവിനെ പൊതുജനങ്ങളോടും ബസ് ഉടമകളോടും മോശമാക്കുന്ന രീതിയിൽ പെരുമാറുന്നതിന് സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സംഘടനയിലെ മെമ്പർമാരുടെ വാഹനങ്ങളെ തെരഞ്ഞുപിടിച്ച് നിയമവിരുദ്ധമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതായും ധിക്കാരപൂർവ്വം പെരുമാറുന്നതായും അസോസിയേഷൻ ഭാരവാഹികൾ പരാതിപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ ജോൺസൺ പടമാടൻ, VV മുജീബ് റഹ്മാൻ, OS റെജി, NN കൃഷ്ണകിഷോർ എന്നിവർ പങ്കെടുത്തു. വൈദ്യുതി പരിസ്ഥിതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ MLA-മാരുടെയും KECB ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗം ചേർന്നു. മുൻഗണനാ റേഷൻ കാർഡ് ഓൺലൈൻ അപേക്ഷ ജൂലൈ 17 വരെയാണ് സ്വീകരിക്കുക. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റാൻ അക്ഷയ ജനസേവന കേന്ദ്രം മുഖേന ജൂലൈ 27 വരെ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. നമ്മളുടെ ഷോർട്ടേജ് ആണ്. അതിപ്പോൾ എല്ലാവർക്കും ടെക്നിക്കലായിട്ട് അതിന്റെ കാരണങ്ങളൊക്കെ അറിയാം. നമുക്ക് മഴ കുറഞ്ഞു, എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന മഴയേക്കാൾ ഏതാണ്ട് 3/1 മഴ കുറഞ്ഞു. അതുകൊണ്ടുള്ള ജലസംഭരണികളുടെ ജലത്തിന്റെ പെർസെൻറ്റേജ് ഇടുക്കിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്ത് 60 ആയിരുന്നെങ്കിൽ ഈ പ്രാവശ്യം 25 എന്നൊക്കെ കണക്കുകൾ കൊണ്ട് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉപഭോഗം കൂടും. അത് നമ്മൾ AC ഇടാനും ഫാൻ ഇടാനും ഫുട്ബോൾ വന്നപ്പോൾ രാത്രിയിൽ ഫുട്ബോൾ കാണാനും ഒക്കെ ആയിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്നവരുടെ തോതും എണ്ണവും കൂടി. പകൽ സമയത്ത് അത് അവൈലബിൾ ഇൻ പ്ലെന്റി, ധാരാളമായിട്ട് നമുക്ക് ലഭിക്കും. ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ ഒരു യൂണിറ്റിന് 1 പൈസയ്ക്കും അല്ലെങ്കിൽ അതിൽ താഴെ വിലയ്ക്കും പകൽ സമയത്ത് ലഭിക്കുന്ന വൈദ്യുതി രാത്രിയാകുമ്പോൾ പീക്ക് ടൈമിൽ അതിന് 10 രൂപ കൊടുത്താൽ പോലും കിട്ടാത്ത സാഹചര്യമുണ്ട്. കൂടുതൽ വിലയ്ക്കും വാങ്ങുന്നതിനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ച് അത്തരത്തിലുള്ള പ്രയാസം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഈ സംവാദത്തിൽ ഇവിടെ ജില്ലയായിട്ട് തൃശ്ശൂരിൽ നിന്ന് സമാപിക്കുകയാണ്. നമുക്കറിയാം, വൈദ്യുതി നടപടികളുടെ ഒരു വളരെ സജീവമായ ഒരു തുടക്കമാണ്. ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ബഹുമാനപ്പെട്ട മുഖ്യധർമ്മം. അതിന് ചുക്കാൻ പിടിക്കുകയാണ്. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽവർക്കും KECB ഉദ്യോഗസ്ഥരെ എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ബഹുമാന്യനായ മിനിസ്റ്റർ ഇങ്ങനെ അദ്ദേഹം വൈദ്യുതി ഭവന്റെ ഹെഡ് ഓഫീസ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നിവയൊക്കെയായിരുന്നു ആൾക്കാരുടെ നല്ല രീതിയിൽ 13 ജില്ലകളിൽ നടപ്പാക്കി 14ാമത്തെ ജില്ലയായ തൃശ്ശൂരും എയർ, വാട്ടർ, പവർ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം അതിനെ ഒന്നും കാലോചിതമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വളരെ ശരിയായ ഒരു കാര്യമാണെന്ന് മുമ്പോട്ട് പോകാനുള്ള എല്ലാ നടപടികളുമായി നമ്മൾ മുമ്പോട്ട് പോകും. KECB സമ്മതിക്കുന്നില്ല എന്ന് അവരെ ഒരു പരാതി വന്നത്. അപ്പൊ ഞാൻ അതിന് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ട്രാൻസ്ഫോമറിന് കപ്പാസിറ്റി ഇല്ലാന്നോ. അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് പവർ ജനറേഷൻ, സോളാർ നോക്കിപ്പോയി. അതിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള നേരത്തെ നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ വലിയ ട്രാഫിക് പ്രോബ്ലം ഉണ്ടാക്കുന്നു. അവിടെ ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ തന്നെ ഉള്ള 60 ലക്ഷം രൂപ അപ്പൊ അത് ഒന്ന് നീക്കി അവിടെ കൂടുതൽ വെള്ളം സംഭരിക്കാൻ അപ്പൊ ഈ മീറ്റിങ്ങുകൾ, നിയോജകമണ്ഡലതല മീറ്റിങ്ങുകൾ MLA-മാർ നിർബന്ധമായിട്ടും ചേരണം. കമ്മിറ്റി ഉണ്ടായിരുന്നു, ആ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി ഒന്നുകൂടെ റിവൈവ് ചെയ്യുന്നു. നിയോജകമണ്ഡലം തലത്തിൽ MLA ചെയർമാൻമാരായിട്ട് കമ്മിറ്റി ഉണ്ട്. അത് മരാമത്ത് വകുപ്പിന്റെ once in a month CMC
കോൺസ്റ്റിറ്റ്യുവൻസി മോണിറ്ററിംഗ് കമ്മിറ്റി ചേരുന്നുണ്ട്. റോഡ് വർക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അർജന്റ് ആയിരുന്നു. പക്ഷെ ഇത് അത്രയും അങ്ങനെ വൺസിന്റെ മന്ത് ചേരേണ്ടതില്ല. 2-3 മാസം കൂടുമ്പോൾ ഒരിക്കൽ എങ്കിലും നിർബന്ധമായിട്ട് ചേരണം. പഞ്ചായത്ത് പ്രസിഡന്റ്മാരെ കൂടെ ആ യോഗത്തിൽ MLA-മാരുടെ സാന്നിധ്യത്തിൽ വിളിക്കാം. EIമാർ ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരും ആ യോഗങ്ങളിൽ പങ്കെടുക്കണം. കളക്ടർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ CE കൺസേൺഡ് ഇങ്ങനെ ഒരു മീറ്റിംഗ് 2-3 മാസം കൂടുമ്പോൾ ജില്ലാതലത്തിൽ ഒരു അവലോകന യോഗം ചേരുന്നതും നമ്മളുടെ പദ്ധതികളുടെ പ്രോഗ്രസും പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാനും അതും സഹായകരമാകും. ഇത്രയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇപ്പം നേരത്തെ സെക്യൂരിറ്റി മേഖലയിൽ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞു. ഇപ്പം അപകടങ്ങൾ കൂടുന്നു. ആളുകൾ ആക്റ്റീവായിട്ട് ഇപ്പം 2 സ്ഥലത്തെ ഫ്യൂസ് ഓഫാക്കാതെ പോയിട്ട് ലൈനിൽ പണിയെടുത്ത കേസൊക്കെ ഉണ്ട്. അപ്പോൾ ആളുകളുടെ വേഗത്തിലുള്ള ആവശ്യകത കൂടുന്നു. പേഷ്യൻസ് കുറവാണ്. കാരണം പവർ ഡിസ്ട്രപ്ഷൻ വന്നു കഴിഞ്ഞാൽ, സപ്ലൈ ഡിസ്ട്രപ്ഷൻ വന്നാൽ വേഗത്തിൽ റെക്ടിഫൈ ചെയ്യണമെന്നാണ് എല്ലാവരുടെയും വിളി, എല്ലാവരുടെയും ആവശ്യം അതാണ്. അപ്പം വേഗത്തിൽ പരിഹരിക്കണം, എന്നാൽ സേഫായിട്ട് പരിഹരിക്കണം. അതിനും എല്ലാവരുടെയും സഹകരണം വേണം. എറണാകുളത്തായിരുന്നു. തൃശ്ശൂരാണ് 3ാമത്തെ മീറ്റിംഗ്. ഛത്തീസ്ഗഡ് സ്വദേശിയായ 46 വയസ്സുള്ള ജമുദാർ റാം എന്നയാളെ മെയ് 20-ന് തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് കാണാതായിരിക്കുന്നു. കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നുണ്ട്. 165 സെന്റിമീറ്റർ ഉയരമാണ്, വെളുത്ത നിറമാണ്. ഇയാളെക്കുറിച്ച് അറിയുന്നവർ തൃശൂർ ടൗൺ ഈസ്റ്റ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ്. 048724241992 എന്നതാണ് ഫോൺ നമ്പർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഒല്ലൂർ മണ്ഡലം ഓണാഘോഷം ജനകീയ ഉത്സവമാകുമെന്ന് കെ രാജൻ MLA. മാടക്കത്ര കട്ടിലപ്പൂവം മഞ്ചാമ്പാടിയിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ CPM DYFIയുടെ നേതൃത്വത്തിൽ ആദരിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറായി BJPയിലെ R സുഗതൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. പനങ്ങാട്ടുകര ഗ്രാമീണ വായനശാല ബാലവേദി കൂട്ടുകാർ അങ്കണവാടിയിൽ കൊച്ചു കൂട്ടുകാരെ കാണാനെത്തി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മണ്ണുത്തി മേഖല ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ സെമിനാർ വെള്ളാനിക്കര കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സ്കൂളിൽ ജില്ലാ പ്രസിഡന്റ് സജീവ് വസുദനി ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.